എൻ്റെ ക്യാരക്ടർ ഒരു ആക്ട്രസ്സാണ് സിനിമയിൽ. അപ്പോൾ എനിക്കിത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം നമ്മളെ തേടി വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ഓഫർ ചെയ്തത്. അങ്ങനെ അപ്പോൾ കൃഷാന്തിൻ്റെ, ഇപ്പോൾ മനീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ കൃഷാന്തിൻ്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സും എനിക്കും അറിയാം. പിന്നെ പൊളിറ്റിക്സും മാറാനുള്ളതാണ്, ചിന്താഗതികൾ എല്ലാം മാറും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെ ഒരു ഡയറക്ടർ വന്ന് അദ്ദേഹത്തിന് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്തിനീ അങ്ങനെ ഒരു സോങ് കൃഷാന്ത് പോലെയുള്ളൊരു സംവിധായകൻ്റെ സിനിമയിൽ വരുന്നു, അതെന്തിന് ഞാനത് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റിലും ആ സിനിമയിലൂടെ എന്നോട് പറയാനുണ്ടായിരുന്നു. റിയാക്ഷൻ ഭയങ്കര ഒബ്വിയസ് ആണ്, എനിക്കും അറിയാം. അപ്പോൾ കൃഷാന്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആദ്യം ഞാൻ തന്നെ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ബട്ട് ദെൻ ഹീസ് ഏബിൾ ടു ചേഞ്ച് മൈ വ്യൂ പോയിന്റ് ടു പോയിന്റ് ദറ്റ് ദിസ് ഫിലിം ഇസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പം ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ചെയ്യണമെങ്കിൽ, അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അത് വേർത്താണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനു വേണ്ടി ചെയ്യാന്നുള്ളതാണ്.